നിങ്ങൾ കാന്താര റിലീസ് ആവാൻ എനിക്കൊന്നും മുൻപേ നമുക്ക് അനൗൺസ് നമുക്ക് അറിയാലോ. അപ്പൊ ഇതൊരു ക്ലാഷ് ആണെന്ന് നമുക്കറിയാമല്ലോ. അതായത് ഒരാഴ്ച 1 വീക്ക് മുന്നേ വരുമ്പോ നിങ്ങൾക്ക് പോസിറ്റീവ് വേർഡ് വരുമ്പോഴത്തേക്ക് കാന്താര വരും എന്നുള്ളത് നമുക്കറിയാമായിരുന്നു. അങ്ങനെ റിസ്ക് എടുക്കാനുള്ള ഒരു സേഫ് ഗെയിം എടുക്കാമായിരുന്നില്ലേ? അതെ കറക്റ്റ്. പക്ഷേ ഈ ഡേറ്റ് നമുക്ക് 2 കാര്യമുണ്ട്. ഒന്ന് ഷെയ്ൻ്റെ വേറൊരു സിനിമയുടെ ഡേറ്റ് നമ്മൾ ക്ലാഷ് ആയിട്ട് കിടക്കുന്നുണ്ട്, അതും കഴിഞ്ഞ പടമാണ്. സോ നമുക്ക് അവരും ഒരു സിനിമ അവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പ്രൊഡ്യൂസറും ആ പ്രൊഡ്യൂസറും സംസാരിച്ച് 2 സിനിമയ്ക്കും അനുയോജ്യമായിട്ടുള്ള ഡേറ്റിലോട്ട് നമുക്ക് എത്തണം. അങ്ങനെ വരുമ്പോൾ നമുക്ക് സെപ്റ്റംബർ 26 ഡേറ്റാണ് നമുക്ക് അനുയോജ്യമായിട്ട് വന്നത്. ബിക്കോസ് നമ്മുടെ കഴിഞ്ഞിട്ട് ആ സിനിമ റിലീസ് ചെയ്യാമെന്ന രീതിയിലാണ് അവരും സംസാരിച്ച്. സോ നമുക്ക് അടുത്ത ഡേറ്റ് വരുമ്പോൾ ഒക്ടോബർ 10. സോ അപ്പോഴും നമുക്ക് പറയാൻ പറ്റില്ല കാന്താരയുടെ ഓളം കുറയുമെന്നൊന്നും. പിന്നെ ഒക്ടോബർ 10 മാറിപ്പോയ അടുത്ത പടങ്ങൾ സിനിമയ്ക്ക് ഞാൻ പിന്നെ മനസ്സിലാക്കിയത് ഒരു സിനിമയുടെ ഡേറ്റ് പ്ലാൻ ചെയ്യുന്നത് ഭയങ്കര റിസ്കി ആയിട്ടുള്ള വലിയൊരു തീരുമാനമാണ്. ബിക്കോസ് സ്ലോട്ടുകൾ ഭയങ്കര കുറവാണ്. ഇത് പൂജ സ്ലോട്ട്, ഈ സ്ലോട്ട് കഴിഞ്ഞ് അടുത്ത സ്ലോട്ട് വരണമെന്നില്ല. പിന്നെ അടുത്ത നമുക്ക് ദീപാവലിക്ക് വെയിറ്റ് ചെയ്യണം. ദീപാവലിക്ക് വെയിറ്റ് ചെയ്യുമ്പോൾ അവിടെ വേറെ പടങ്ങൾ വരാം, തമിഴിൽ നിന്ന് ഒരു പടം വന്ന് അടിച്ച് ഇവിടെ വൈറൽ. സോ എന്തും അതുകൊണ്ട് ഡേറ്റ് എപ്പോഴും സേഫ് ആവണമെന്നില്ല. നമ്മുടെ ഡേറ്റിനനുസരിച്ച് നമ്മൾ കാര്യങ്ങൾ പ്രൊമോഷൻസ് പ്ലാൻ ചെയ്യാന്നുള്ളതാണ്.